ട്രൈസോഷോ ഡിജിറ്റൽ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് 2024 ഫേസ്ബുക്ക് ആഡ്സ് മാനേജർ യൂസ് ചെയ്ത് ലീഡ് ജനറേഷൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുവാനും ഈ മേഖലയിലെ പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുവാനുമായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്റർ കോഴ്സിൻ്റെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് ഹനീഷ് കെ. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഫേസ്ബുക്കിൻ്റെ ലീഡ് ജനറേഷൻ ഓപ്ഷൻ 2024 ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ഒരു ഡമ്മി ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ലീഡ് ജനറേഷന് വേണ്ടിയിട്ടുള്ള. അതുപോലെ തന്നെ 2024 ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങൾ ആഡ്സ് മാനേജറിനകത്ത് വന്നിട്ടുണ്ട്, ഇതാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിൽ ആഡ്സ് മാനേജർ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ആഡ്സ് മാനേജർ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരും. അത് അഗ്രി ചെയ്യുക. നിങ്ങളുടെ കൺട്രി അതുപോലെ തന്നെ കറൻസി ചൂസ് ചെയ്യുക. മാറിപ്പോകരുത്. നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ട് ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ തന്നെ കൺട്രിയും അതുപോലെ തന്നെ കറൻസി റുപ്പി തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, നമുക്ക് ആഡ്സ് മാനേജർ ഓപ്പൺ ആയിട്ട് വരുന്ന സമയത്ത് ഇതേപോലെ ഒരു ഡാഷ്ബോർഡാണ് കിട്ടുക. അപ്പോൾ ഇതിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ക്യാമ്പയിൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ഈ ഒരു ടേബിൾ ടൈപ്പിലുള്ള ഒരു ഐക്കൺ കാണാം. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ആഡ്സ് മാനേജറിൻ്റെ ഒരു ഓവർവ്യൂ. അപ്പോൾ ഈ ഒരു ഓവർവ്യൂ വെച്ചിട്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് 3 ലെവലാണ് നമുക്ക് ആഡ്സ് മാനേജറിനകത്ത് ഉള്ളത്. ഒന്ന് ക്യാമ്പയിൻ ലെവൽ, രണ്ടാമത്തത് ആഡ്സെറ്റ് ലെവൽ, മൂന്നാമത്തത് ആഡ്സ് ലെവൽ. അപ്പോൾ 3 ലെവലും നമ്മൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ക്യാമ്പയിൻ റണ്ണ് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ലീഡ് ജനറേഷന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലൊരു വിൻഡോ ആണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. നമുക്ക് ഒബ്ജക്റ്റീവ്സ് നമുക്ക് കാണാം. അവയർനെസ്, ട്രാഫിക്, എൻഗേജ്മെൻറ്റ്, ലീഡ്സ്, ആപ്പ് പ്രൊമോഷൻ, സെയിൽസ്, ഇത്രയും ഒബ്ജക്റ്റീവ്സ് നമുക്കുണ്ട്. ഇതിൽ നമ്മൾ ലീഡ്സ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ലീഡ്സിൽ തന്നെ നമുക്ക് 4 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഫോംസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം ഓപ്ഷൻ വരുന്നുണ്ട്, കൺവേർഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ കോൾസ് വരുന്നുണ്ട്. ഇതിൽ നമ്മൾ ഇൻസ്റ്റൻറ്റ് ഫോം യൂസ് ചെയ്തുകൊണ്ടുള്ള ലീഡ് ജനറേഷൻ ഓപ്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് 3 ലെവൽ ഇതിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ക്യാമ്പയിൻ ലെവലുണ്ട്, ആഡ്സെറ്റ് ലെവലുണ്ട്, ആഡ്സ് ലെവലുണ്ട്. ഇവിടെയും കാണാം ആ ഒരു ഓപ്ഷൻ. നമുക്ക് ഇവിടെ നിന്ന് സ്വിച്ച് ചെയ്തിട്ട് ഓരോ ലെവലിലേക്ക് പോകാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സ്വിച്ച് ചെയ്തിട്ട് ഓരോ ലെവലിലേക്ക് പോകാം. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് ക്യാമ്പയിൻ്റെ നെയിം കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ കാറ്റഗറി, സ്പെഷ്യലൈഡ് കാറ്റഗറി ആണെങ്കിൽ അത് ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് സ്പെഷ്യലൈഡ് കാറ്റഗറി എന്ന് പറയുന്നത് പൊളിറ്റിക്സ്, അതുപോലെ തന്നെ എലക്ഷൻ, ഇങ്ങനെയുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന അഡ്വർടൈസ്മെൻറ്റ്സ്, ഇതൊക്കെയാണ് നമുക്ക് സ്പെഷ്യലൈഡ് കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ നമുക്ക് തൊട്ട് താഴെയായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ക്യാമ്പയിൻ ഒബ്ജക്റ്റീവിൻ്റെ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാം. AOR B ടെസ്റ്റിന് വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്, അഡ്വാൻറ്റേജ് ക്യാമ്പയിൻ ബഡ്ജറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇതൊന്നും നമുക്ക് ഈ ഒരു വീഡിയോനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ജസ്റ്റ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ഓപ്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഈ ഒരു സെക്ഷനിൽ ജസ്റ്റ് ക്യാമ്പയിൻ നെയിം മാത്രം കൊടുക്കുകയാണ്. ഞാനിവിടെ ട്രൈസോഷ്യോ TM കോഴ്സ് ലീഡ് ജൻ എന്ന് പറഞ്ഞിട്ട് ഒരു നെയിം കൊടുത്തു. ദെൻ നെക്സ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഓപ്ഷൻസ് ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് കൺവേർഷൻ ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റൻറ്റ് ഫോംസ് യൂസ് ചെയ്തിട്ടുള്ള ലീഡ് ജനറേഷൻ ഓപ്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റൻറ്റ് ഫോംസ് സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ നമുക്ക് തൊട്ട് താഴെയായിട്ട് പേജ് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ട് ലീഡ് ജനറേഷൻ ഓപ്ഷൻ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ വ്യൂ ടേംസ് എന്ന് പറഞ്ഞിട്ട് വേണം അത് ആക്സെപ്റ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ ലീഡ് ജനറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഞാൻ ഈ ഒരു പേജിൽ നിന്ന് ഓൾറെഡി ലീഡ് ജനറേഷന് വേണ്ടിയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്കിവിടെ പെർഫോമൻസ് ഗോൾ ഉണ്ട്. അത് നമുക്ക് മാക്സിമൈസ് നമ്പർ ഓഫ് ലീഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമുക്ക് മാക്സിമം ലീഡ്സ് ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മുടെ ടാർഗറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമൈസ് നമ്പർ ഓഫ് ലീഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു. ദെൻ ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് അഡ്വാൻസ്ഡ് ക്യാമ്പയിൻസിൽ യൂസ് ചെയ്യേണ്ടതാണ്. ഡൈനാമിക് ക്രിയേറ്റീവ് ഉള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. ഓക്കെ, എനിവേ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ബഡ്ജറ്റ് ആൻഡ് ഷെഡ്യൂൾ ഓപ്ഷനാണ്. ഇതിൽ നമുക്ക് 2 ടൈപ്പിൽ ബഡ്ജറ്റ് ഓപ്ഷൻ ഉണ്ട്, ഡെയിലി ബഡ്ജറ്റും അതുപോലെ തന്നെ ലൈഫ് ടൈം ബഡ്ജറ്റും. ഇത് നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ട് വരുന്നത് അത് ചൂസ് ചെയ്യാം. ലൈഫ് ടൈം ബഡ്ജറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഷെഡ്യൂൾ ഓപ്ഷൻ കൂടി അതിൽ വരുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ ഡെയിലി ബഡ്ജറ്റായിട്ട് ഞാനൊരു 200 റുപ്പീസ് കൊടുക്കുകയാണ്.
നമുക്കൊരു ആവറേജ് ബഡ്ജറ്റ് എന്നുള്ള രീതിയിൽ ലീഡ് ജനറേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് മിനിമം 200 റുപ്പീസ് എങ്കിലും സെറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്കതിന് ബെനിഫിറ്റ്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ, നമുക്കിവിടെ ഓഡിയൻസ് ഡെഫിനിഷനും അതുപോലെ തന്നെ എസ്റ്റിമേറ്റഡ് ഡെയിലി റിസൾട്ടിൻ്റെ ആ ഒരു ഓപ്ഷനും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്ക് ഡെയിലി നമ്മൾ 200 റുപ്പീസ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി കിട്ടുന്ന ഒരു റീച്ചും അതുപോലെ തന്നെ ലീഡ്സും ആണ് നമുക്കിതിൽ കാണിച്ചു തരുന്നത്. ദെൻ നമുക്ക് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഓഡിയൻസ് കൺട്രോൾ അതുപോലെ തന്നെ അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ടേൺ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഉണ്ടാവുക. പക്ഷേ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഫേസ്ബുക്ക് തന്നെയാണ് നമ്മുടെ ഓഡിയൻസിനെ ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ AI ടൂളാണ് നമുക്ക് വേണ്ടിയിട്ട് ഓഡിയൻസിനെ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മുടെ പേജിൻ്റെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ നമ്മുടെ പേജിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ വെച്ചിട്ട് ഫേസ്ബുക്ക് തന്നെ ആരെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ് കാണിക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. ഇതിൽ നമുക്ക് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ലൊക്കേഷൻ മാത്രം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഓഡിയൻസ് സജഷനും ഉണ്ട്, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഓഡിയൻസിനെ കാണിക്കണം, ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഓഡിയൻസിനെ കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ നോർമൽ ലൊക്കേഷനും, ഇവിടെ ലൊക്കേഷൻ അതുപോലെ തന്നെ നമുക്ക് ഏജ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്, മിനിമം ഏജും സെറ്റ് ചെയ്ത് കൊടുക്കാം. ബാക്കി ഫേസ്ബുക്ക് തന്നെ ചെയ്തോളും. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള AI ടൂൾ ഓപ്ഷനാണ്. പക്ഷേ ഞാനിത് യൂസ് ചെയ്യുന്നില്ല. നമുക്ക് ഇവിടെ ഒറിജിനൽ ഓഡിയൻസ് ഓപ്ഷൻ ഉണ്ട്, അതാണ് നമ്മൾ പൊതുവേ നമുക്ക് അഡ്വാൻസ്ഡ് ഓഡിയൻസ് ടാർഗറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കെല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ലൊക്കേഷൻ കസ്റ്റമൈസ് ചെയ്യാം. ഞാനിവിടെ കേരള കൊടുക്കുകയാണ്. നമുക്ക് കേരളത്തിൽ മുഴുവനായിട്ട് അഡ്വർടൈസ്മെൻറ്റ് ടാർഗറ്റ് ചെയ്യാം. 200 റുപ്പീസിന് നമ്മൾ ഓൾ ഇന്ത്യ അഡ്വർടൈസ്മെൻറ്റ് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോസ്റ്റ് പെർ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. നമുക്ക് കൂടുതൽ ആൾക്കാർ അഡ്വർടൈസ്മെൻറ്റ് കാണിക്കാനും സാധിക്കില്ല. ഓക്കെ, എനിവേ ഞാൻ കേരള കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആവറേജ് റീച്ച് നമുക്കിതിൽ കാണാം 1.2K to 3.4K ആണ് നമുക്ക് വരുന്ന ആവറേജ് റീച്ച്. ബിലോ 10 ആണ് നമ്മുടെ ലീഡ്സ് വരുന്നത്. ദെൻ നമുക്ക് ഏജ് ഗ്രൂപ്പ് നമ്മുടേതായ രീതിയിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. ആരൊക്കെ ഏജ് അഡ്വർടൈസ്മെൻറ്റ് കാണിക്കണം എന്നുള്ളത് ആ ഒരു ഏജ് ഗ്രൂപ്പിനെ നമുക്ക് ടാർഗറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 21 to ഒരു 30 കൊടുക്കുകയാണ്. ഇത് നമ്മുടെ പ്രിഫറൻസ് ആണ്, നമ്മുടെ ഓഡിയൻസ് ഏത് കാറ്റഗറി ആണ് വരുന്നത് ആ ഒരു ഏജ് ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കിവിടെ ജെൻഡർ ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. ഞാനിതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻട്രസ്റ്റുകൾ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, ഞാനത് സെലക്ട് ചെയ്തു. ദെൻ കുറച്ചധികം ഇൻട്രസ്റ്റുകൾ ഞാൻ സജഷൻസിൽ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓൺലൈൻ അഡ്വർടൈസിങ് ഏജൻസി. ഓക്കെ, തൽക്കാലം ഇത്രയും മതി. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ഓപ്ഷനിലേക്കൊന്നും പോകുന്നില്ല. ദെൻ നമുക്കിവിടെ അഡ്വാൻറ്റേജ് ഡീറ്റെയിൽ ടാർഗറ്റിംഗ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ റീച്ച് പീപ്പിൾ ബിയോണ്ട് യുവർ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് സെലക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ലീഡ് ജനറേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടേൺ ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മുടെ ഒരു ഓഡിയൻസിൽ നമ്മൾ ടാർഗറ്റ് ചെയ്തുള്ള ഓഡിയൻസിൽ നിന്ന് അതിലും കുറച്ച് ബിയോണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി വൈഡർ ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് ആഡ് ടാർഗറ്റ് ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷേ ഒരുപാട് ജങ്ക് ലീഡ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാനത് ടേൺ ഓഫ് ചെയ്യാണ്. നമുക്ക് വേണമെങ്കിൽ ലാംഗ്വേജ് വെച്ചിട്ട് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ തൽക്കാലം അതൊന്നും ചെയ്യുന്നില്ല. ദെൻ അടുത്തത് പ്ലേസ്മെൻറ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫേസ്ബുക്കിൽ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഏതൊക്കെ പ്ലേസ്മെൻറ്റ്സിൽ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് കാണിക്കണം എന്നുള്ളൊരു ഓപ്ഷനാണ്. ഓക്കെ, ഞാനിത് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാണ്. നമ്മൾ പൊതുവേ ഇത് മാനുവൽ കൺട്രോൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഇവിടെ സ്വിച്ച് ടു മാനുവൽ പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്ലേസ്മെൻറ്റ്സിൽ ഏതൊക്കെ ആവശ്യമുണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എനിവേ ഞാൻ വേറെ ഒപ്റ്റിമൈസേഷൻസ് ഒന്നും ഇതിൽ ചെയ്യുന്നില്ല. ദെൻ നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുന്നതിന് മുന്നേ നമുക്കിവിടെ ആഡ് സെറ്റിൻ്റെ ഒരു നെയിം കൂടി കൊടുക്കാം. നമ്മൾ ക്യാമ്പയിൻ ലെവലിൽ നെയിം കൊടുത്തിട്ടുണ്ടെങ്കിലും ആഡ് സെറ്റിന് കൂടി നമുക്കൊരു നെയിം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ്. അടുത്തത് നമുക്ക് ക്രിയേറ്റീവ് ലെവലാണ്. ഞാനിവിടെ ആ ഒരു ആഡ് ലെവലിന് കൂടി നെയിം കൊടുക്കുകയാണ്. ട്രൈ സോഷ്യോ TM കോഴ്സ് ലീഡ് ജൻ സിംഗിൾ ഇമേജ്. ഓക്കെ, സിംഗിൾ ഇമേജ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് കൊളാബറേഷൻ ആഡ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ പാർട്ണർഷിപ്പ് ആഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇത് ടേൺ ഓൺ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, എനിവേ നമ്മുടെ പേജ് ഓൾറെഡി സെലക്ട് ചെയ്തത് കൊണ്ട് തന്നെ ഐഡൻറ്റിറ്റി ഇവിടെ കാണിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്കിവിടെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്ലാങ്ക് ആയിട്ട് കാണും. ഇൻസ്റ്റാഗ്രാം പേജുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇൻസ്റ്റാഗ്രാം കൂടി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാം. ദെൻ ആഡ് സെറ്റപ്പ് ആണ്. ഇതിൽ നമ്മൾ ക്രിയേറ്റ് ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമേ നമുക്ക് ലീഡ് ജനറേഷന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അത് സെലക്ട് ചെയ്യുന്നു. ദെൻ സിംഗിൾ ഇമേജ് ഓർ വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ദെൻ മൾട്ടി അഡ്വർടൈസർ ആഡ്സ് ഉണ്ട്. റെക്കമെൻഡഡ് ആണ്, വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ യൂസ് ചെയ്യാതിരിക്കാം. ഇത് ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതലും വരുന്നത് മൾട്ടി അഡ്വർടൈസർ ആഡ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ പറയുന്നതാണ്. ഓക്കെ, അടുത്തത്
ആഡ് ക്രിയേറ്റീവ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. ഇതിൽ ആഡ് മീഡിയയിൽ നമ്മൾ ഇമേജ് ആണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് ഇതേപോലെ നമ്മുടെ ലൈബ്രറി ഓപ്ഷൻ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ അപ്ലോഡ് കൊടുക്കുക. ദെൻ നമ്മൾ ഏത് ഇമേജ് വെച്ചിട്ടാണ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിവിടെ ഒരു ഡമ്മി ഡിസൈൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ്. ദെൻ നമുക്ക് ഇതേപോലെ ഒരു ഒപ്റ്റിമൈസേഷൻ ഓപ്ഷൻ വരും. ഇതൊക്കെ പുതിയ ഓപ്ഷനാണ്, ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഈ ഒപ്റ്റിമൈസേഷൻ ഒക്കെ. അപ്പോൾ ഇതിൽ നമ്മുടെ ഇമേജ് ഓരോ പ്ലേസ്മെൻറ്റിലേക്കും വേണ്ട കറക്റ്റ് റെസൊല്യൂഷനിലേക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. പക്ഷേ നമ്മൾ ഒറിജിനൽ തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മളൊരു സിംഗിൾ ഇമേജ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒറിജിനൽ തന്നെ യൂസ് ചെയ്യാം, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ആൾക്കാർക്ക് ആഡ്സ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. പക്ഷേ ഇതേപോലെ നമ്മുടെ ഇമേജിൻ്റെ ചെറിയൊരു പോർഷൻ ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ട് കിടക്കും. പക്ഷേ അത് കുഴപ്പമില്ല, നമുക്ക് ഏറ്റവും നല്ലത് ഈ ഒരു രീതിയിൽ തന്നെ ഇമേജ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. ദെൻ ഒപ്റ്റിമൈസേഷൻ അഡ്വാൻറ്റേജ് ക്രിയേറ്റീവ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതും നമുക്ക് ഓൾ ടേൺ ഓൺ ചെയ്ത് കൊടുക്കാം. ഈവൻ നമ്മുടെ റീൽസിലൊക്കെ വരുന്ന സമയത്ത് മ്യൂസിക്കൊക്കെ ഓട്ടോമാറ്റിക്കലി ആഡ് ആയിക്കോളും. ദെൻ ഡൺ കൊടുക്കുക. ദെൻ നമുക്ക് പ്രൈമറി ടെക്സ്റ്റ് ഓപ്ഷനാണ്. ഞാൻ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്രൈമറി ടെക്സ്റ്റ് ഞാൻ ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തന്നെ മൾട്ടിപ്പിൾ വേർഷൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ് ടു 5 പ്രൈമറി ടെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഈ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റിൻ്റെ മുകളിലത്തെ ഭാഗത്തായിട്ടാണ് ഈ ഒരു പ്രൈമറി ടെക്സ്റ്റ് കാണിക്കുന്നത്. ദെൻ അടുത്തതായിട്ട് നമുക്കൊരു ഹെഡ്ലൈൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഹെഡ്ലൈന് നമ്മളെപ്പോഴും അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ക്യാപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഞാനിവിടെ കൊടുക്കുകയാണ് ഫ്രീ ഡെമോ ക്ലാസ്. അപ്പോൾ ഫ്രീ ഡെമോ ക്ലാസ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫ്രീ ഡെമോ ക്ലാസ് എന്ന് പറയുന്നത്. ദെൻ ഡിസ്ക്രിപ്ഷൻ ഓപ്ഷൻ ഉണ്ട്, ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ കൊടുത്താൽ മതി. ദെൻ കോൾ ടു ആക്ഷൻ ഉണ്ട്, ഇതും നമുക്ക് നമ്മുടെ ആഡിന് ആപ്റ്റായിട്ട് വരുന്ന ഒരു കോൾ ടു ആക്ഷൻ കൊടുക്കുക. നമുക്ക് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ ആണെങ്കിൽ അപ്ലൈ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുന്നതാണ് നല്ലത്. അടുത്തതായിട്ട് നമുക്ക് ഫോം, അതായത് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഫോം ക്രിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അത് നമുക്കിവിടെ ക്രിയേറ്റ് ഫോം കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഫോംസ് ഉണ്ടെങ്കിൽ ഇവിടെ കാണിച്ചു തരും, അത് ചൂസ് ചെയ്തിട്ട് ചെയ്യാം. ഞാനിവിടെ ക്രിയേറ്റ് ഫോം കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റ് ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ടൈപ്പിൽ ഫോംസ് അവൈലബിൾ ആണ്. ഒന്ന് മോർ വോളിയം, ദെൻ ഹയർ ഇൻറ്റൻറ്റ്, പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള റിച്ച് ക്രിയേറ്റീവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. റിച്ച് ക്രിയേറ്റീവ് എൻ്റയർലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ലീഡ് ജനറേഷൻ ഫോമിനകത്ത് തരുന്നത്. ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഈ ഒരു ക്യാമ്പയിനകത്ത് പറയുന്നില്ല. ജസ്റ്റ് നമുക്ക് മോർ വോളിയം ഒന്ന് നോക്കാം. മോർ വോളിയത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ സെക്ഷൻ ഉണ്ട്, അതുപോലെ പ്രൈവസി പോളിസി ഉണ്ട്, മെസ്സേജ് ഫോർ ലീഡ്സ്, ഇത്രയും ഓപ്ഷൻസ് ആണ് വരുന്നത്. ദെൻ നമുക്ക് ഹയർ ഇൻറ്റൻറ്റിലേക്ക് വരുന്ന സമയത്ത് സെയിം മോർ വോളിയത്തിനകത്തുള്ള ഓപ്ഷൻസ് തന്നെയാണുള്ളത്. പക്ഷേ അഡീഷണൽ ആയിട്ട് നമുക്കൊരു റിവ്യൂ സ്ക്രീൻ വരും. അതായത് യൂസേഴ്സ് ഡാറ്റ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ എൻ്റർ ചെയ്തിട്ടുള്ള ഡാറ്റ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു റിവ്യൂ സ്ക്രീന് അവർക്ക് ആ ഫോമിനകത്ത് കിട്ടും. അതാണ് ഈ ഒരു ഹയർ ഇൻറ്റൻറ്റിൻ്റെ പ്രത്യേകത. ഇനി റിച്ച് ക്രിയേറ്റീവിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇൻട്രോ സെക്ഷനിൽ നമുക്കൊരു ഹെഡ്ലൈൻ ഓപ്ഷൻ ഉണ്ട്, ഓവർവ്യൂ ഉണ്ട്, ദെൻ ബെനിഫിറ്റ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ് ടു 3 ബെനിഫിറ്റ്സ് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബിൽഡ് യുവർ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഹൗ ഇറ്റ് വർക്ക്സ്, ഇപ്പോൾ നമ്മുടെ സർവീസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ പ്രോഡക്ട്സ് എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ്സിനെ കുറിച്ചുള്ള സോഷ്യൽ പ്രൂഫ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു ന്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മളെ തന്നെ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ളവരുടെ റിവ്യൂ ആയിട്ടൊക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഇൻസെൻറ്റീവ്സ്, നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രീ റിവാർഡ്സ്, ഫ്രീ ട്രയൽ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. അതാണ് നമുക്ക് റിച്ച് ക്രിയേറ്റീവിൽ വരുന്ന വ്യത്യാസം. നമുക്ക് നോർമൽ ഫോം ഓപ്ഷൻ, അതായത് നമ്മുടെ മോ വോളിയം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, ഇത് മൊബൈൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോം ടൈപ്പാണ് മോ വോളിയം എന്ന് പറയുന്നത്. ഞാനത് തന്നെ സെലക്ട് ചെയ്യാണ്. ദെൻ ലീഡ് ഫോമിന് നെയിം കൊടുക്കേണ്ടത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിവിടെ ട്രൈ സോഷ്യോ ലീഡ് ഫോം, ഓക്കെ. ദെൻ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ചൂസ് ആവുന്നുണ്ട്. ദെൻ ഇൻട്രോ സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഉണ്ട്, ഈ കാണുന്നതാണ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. യൂസ് ദ ഇമേജ് ഫ്രോം ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ അത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ദെൻ ഗ്രീറ്റിംഗ് ആണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഫിൽ ദ ഫോം ടു ഗെറ്റ് മോർ ഡീറ്റെയിൽസ്, ജസ്റ്റ് അത് കൊടുത്തു. ദെൻ ഡിസ്ക്രിപ്ഷൻ ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ഫോമിനകത്ത് തന്നെ. ഫോമിനകത്ത് വന്നു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള കണ്ടൻറ്റ് തന്നെ ജസ്റ്റ് യൂസ് ചെയ്യണം. ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നമുക്ക് വേറൊരു കണ്ടൻറ്റ് നമുക്ക് ഇതിനകത്തേക്ക് കൊടുക്കാം, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടൻറ്റ് നമുക്ക് കൊടുക്കാം. ദെൻ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു കസ്റ്റം ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാം. ഞാനിവിടെ കൊടുക്കുകയാണ്, വാട്ട്സ്
വാട്ട് ഈസ് യുവർ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിവിടെ ഫോമിനകത്ത് ഇവിടെ വന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. യൂസേഴ്സിനെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ആയിട്ടാണ്. ദെൻ അടുത്തത് നമുക്ക് പ്രീഫിൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കണം. അതിൻ്റെ എക്സാമ്പിൾസ് നമുക്കിവിടെ C എക്സാമ്പിൾസിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലീഡ് കളക്ട് ചെയ്യുന്നത് എന്ന് കസ്റ്റമറിനോട് പറയുന്നതാണ്. ഇത് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഈ ലീഡ് ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ദെൻ നമുക്കിതിൽ വേണ്ട കോൺടാക്ട് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ള സെലക്ട് ചെയ്യാം. ഇത് നമുക്ക് ഇതേപോലെ ഡ്രാഗ് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫുൾ നെയിം ഉണ്ട്, ഇമെയിൽ ഉണ്ട്. ദെൻ ആഡ് കാറ്റഗറി കൊടുത്തിട്ട് ഫോൺ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വേണേൽ നമുക്ക് സിറ്റി, അവരുടെ സിറ്റി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതി നോർമൽ ഒരു ലീഡ് ജനറേഷൻ ആവശ്യമായിട്ട്. ബേസിക് ലീഡ് ജനറേഷൻ ഇത്രയും മതി, ഇത്രയും ഡീറ്റെയിൽസും മതി. ദെൻ നമുക്കിവിടെ പ്രൈവസി പോളിസി ലിങ്ക് ഉണ്ട്. ഇത് നമ്മൾ ലീഡ് കളക്ട് ചെയ്യുന്ന സമയത്ത് ആൾക്കാരുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാണ്. അപ്പോൾ ആ ഒരു കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷന് നമ്മളൊരു സേഫ്റ്റി അല്ലെങ്കിൽ ഒരു പ്രൈവസി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റിനകത്ത് പ്രൈവസി ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ പ്രൈവസി പേജ് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് ഇൻ കേസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പേജിൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ലിങ്ക് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ പേജിൻ്റെ തന്നെ ലിങ്കാണ്, അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ലിങ്ക് ടെക്സ്റ്റ് ഉണ്ട്, വേണമെങ്കിൽ കൊടുക്കാൻ നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും കസ്റ്റം ഡിസ്ക്ലൈമർ വെക്കാനുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിനകത്തേക്ക് ലീഗൽ ഡിസ്ക്ലൈമേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. പിന്നെ ഫൈനലി നമ്മുടെ മെസ്സേജ് ഫോർ ലീഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അവിടെ താങ്ക്സ് യു ആർ ഓൾ സെറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഡിസ്ക്രിപ്ഷനിൽ യു ക്യാൻ വിസിറ്റ് അവർ വെബ്സൈറ്റ് ഓർ എക്സിറ്റ് ദ ഫോം നൗ എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവിടെ വ്യൂ വെബ്സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ കോൾ ബിസിനസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, വ്യൂ ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിലേതാണോ നമുക്ക് ആപ്റ്റായിട്ട് തോന്നുന്നത് അത് സെലക്ട് ചെയ്യാം. ദെൻ നമ്മളിവിടെയും വെബ്സൈറ്റ് ആണെങ്കിൽ ഒരു ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ സെയിം ലിങ്ക് തന്നെ ആഡ് ചെയ്യാണ്. ദെൻ കോൾ ടു ആക്ഷൻ ടെക്സ്റ്റ് ഉണ്ട്. ഇതിൽ വ്യൂ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളത്. നമുക്ക് വേണമെങ്കിൽ അത് എഡിറ്റ് ചെയ്യാം, നമ്മുടേതായ രീതിയിലേക്ക് ചേഞ്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ വിസിറ്റ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ കോൾ ടു ആക്ഷൻ ബട്ടൺ മാറിയിട്ട് കാണാം. ദെൻ ക്രിയേറ്റ് ഫോം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലീഡ് ജനറേഷൻ ആവശ്യമായിട്ടുള്ള ഫോം സെറ്റപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, ഫോം ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ദെൻ പബ്ലിഷ് ചെയ്യാം. ഇതാണ് നമുക്ക് ഒരു ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ആഡ് മാനേജറിനെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത് ഫേസ്ബുക്ക് ആഡ്സ് മാനേജർ യൂസ് ചെയ്ത് ലീഡ് ജനറേഷൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലും നിങ്ങൾക്ക് നിങ്ങൾ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഡൗട്ടുകൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.